ഫാന്റസിയും കോമഡിയും റൊമാൻസും ഒക്കെ മിക്സ് ആയിട്ടുള്ള 2024 റിലീസായ വെൽക്കം ടു മൈ സൈഡ് എന്ന വളരെ രസകരമായ ഒരു കഥയാണ് കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഷവോയെ കാണിച്ചുകൊണ്ടാണ്. ഷവോ ഇപ്പോ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. അതായത് അവനൊരു പ്രേമുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ ബ്രേക്കപ്പിന്റെ വക്കിലെത്തി നിൽക്കാണ്. വക്കെന്ന് പറഞ്ഞാൽ അവന് ബ്രേക്കപ്പ് ആകണമെന്ന് ഒട്ടും തന്നെ ആഗ്രഹമില്ലെങ്കിലും അവന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ പുള്ളിക്കാരി, ഇവർക്കിടയിൽ ഒരു ഇഷ്യൂ വന്നപ്പോ അവൻ പറയുന്ന ഒന്നും മനസ്സിലാക്കാതെ ബ്രേക്കപ്പും പ്രഖ്യാപിച്ച് അങ്ങ് പോയി. അങ്ങനെ ആ സങ്കടത്തിൽ ഭയങ്കരമായി ഡ്രിങ്ക്സ് അടിച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് അവൻ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മര്യാദയ്ക്ക് കാര്യങ്ങളൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, ഭയങ്കര ഓർമ്മക്കുറവാണ്, അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കൂടാതെ ആളിന് കുറച്ച് ഡ്രിങ്ക്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവനെ ബ്രേക്കപ്പ് ചെയ്തതെന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്ത് അവൻ സങ്കടപ്പെടുമ്പോൾ കൂട്ടുകാർ അവനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. അത് ബ്രെയിൻ ഷോക്ക് തെറാപ്പി എന്നൊരു ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യാമെന്നാണ്. അതെവിടെ കിട്ടും? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി കേൾക്കുന്നതെന്നല്ല ഷോ പറയുമ്പോൾ ഇവിടെ അടുത്തൊരു ചെറിയ ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റ് ഉണ്ട്, നീ വാന്നും പറഞ്ഞ് അവന്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഒരു വലിയ ഫേമസ് ഒന്നും അല്ലാത്ത ഒരു ഡോക്ടറുടെ അടുത്തേക്ക് അവനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു ഷോക്ക് അടുപ്പിക്കുന്ന ട്രീറ്റ്മെന്റിന് വിധേയനാവുന്നതും അവന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചല്ലേ ട്രീറ്റ്മെന്റിന്, പക്ഷെ ഇത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയായിരുന്നു. അതായത് ആ ഷോക്ക് അടിച്ചതോടുകൂടി ഷവോ കോമയിലായി. അങ്ങനെ ഏതാണ്ട് ഒരു കഴിഞ്ഞ 2 വർഷത്തോളം കോമയിൽ കഴിഞ്ഞ ഷവോ ഇപ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. അവൻ കണ്ണ് തുറക്കുമ്പോഴേക്കും ആ ബ്രെയിൻ ഷോക്ക് തെറാപ്പിക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയ അവന്റെ കൂട്ടുകാരൻ മുമ്പ് ഇരുന്നേടാ പൊന്നളിയ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാടാ, ആ ഡോക്ടർ ഒരു ഉടായ്പ ഡോക്ടർ ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അയാൾ ആക്ച്വലി ഒരു MBBS ഒന്നും അല്ല, അയാൾ ഒരു ഉടായ്പ ഡോക്ടർ ആയിരുന്നു, കാശും പോയി, നിന്റെ ഇത്രയും നാളും പോയി, നീ കോമയിൽ വായെന്നല്ലാതെ ആ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു മെച്ചം ഉണ്ടായിരുന്നില്ല, അയാളെ പിന്നീട് പോലീസ് പിടിച്ചപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ ഷവോയുടെ മുന്നിൽ ഇരുന്ന് സങ്കടപ്പെടുകയാണ്. കൂട്ടുകാരൻ തന്നെ സഹായിക്കാൻ നോക്കി ഇങ്ങനെ ഒരു പ്രശ്നമായത് കൂട്ടുകാരന്റെ തെറ്റല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഷവോ കൂട്ടുകാരനോട് ദേഷ്യപ്പെടാതെ സാരമില്ലടാ, ഞാൻ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല, എന്തായാലും ഇപ്പോഴെങ്കിലും കണ്ണ് തുറക്കാൻ പറ്റിയല്ലോ, ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന രീതിയിലായിരുന്നു ഷവോയുടെ മറുപടി. ആ സമയത്ത് അവൻ കോമയെന്ന് റിക്കവർ ആയതേ ഉള്ളൂ. ഇത് കാണുന്ന ഡോക്ടറും നഴ്സുമാരും പെട്ടെന്ന് തന്നെ അവനെ വന്ന് പരിശോധിക്കുകയും അവന് മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നു. ഒരു യെല്ലോ കളർ ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നത്. കൂടാതെ ഡോക്ടർ ഫ്രണ്ടിനോട് ഷവോയുടെ കണ്ടീഷനെ പറ്റി പറയുന്നുണ്ട്. ഷവോയ്ക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ് ആയിരുന്നു സംഭവിച്ചിരുന്നത്, അതുകൊണ്ടാണ് കോമയിൽ പോയത്. അവനിപ്പോ കണ്ണ് തുറന്നെങ്കിലും പൂർണ്ണമായും റിക്കവർ ആയിട്ടില്ല, കുറച്ചുകൂടെ സമയം വേണ്ടി വരും എന്ന രീതിക്കാണ് പറയുന്നത്. അത് കേൾക്കുന്ന ഫ്രണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷവോയുടെ കൂടെ നിൽക്കാനായി തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ 1 വർഷം കഴിഞ്ഞ് ഷവോയെ കാണുമ്പോഴേക്കും അവൻ അപ്പോഴേക്കും വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അവൻ ആ കോമയിൽ നിന്ന് റിക്കവർ ആയ ശേഷം യെല്ലോ ടാബ്ലറ്റ് കഴിച്ചിരുന്നില്ലേ, അതിനു ശേഷമാണ് ഈ സംഭവം സത്യത്തിൽ തുടങ്ങിയത്. ഇപ്പൊ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടും അതിൽ ഒരു മാറ്റമില്ല. സംഭവം എന്താന്ന് വെച്ചാൽ മഞ്ഞ കളറിലെ എന്ത് വസ്തു ഏത് സമയം എവിടെ വെച്ച് കണ്ടാലും ഷവോയ്ക്ക് പിന്നീട് അവന്റെ ചുറ്റിനും നിൽക്കുന്ന മനുഷ്യരൊക്കെ തന്നെ ഏതാണ്ട് വലിയ മഞ്ഞ നിറത്തിലെ താറാവിനെ കണക്കാണ് തോന്നുന്നത്. ക്വാക്ക് ക്വാക്കുന്ന സൗണ്ട് ഇട്ട് അവര് നടക്കുന്ന കണക്ക് അവന് ഫീൽ ആവും. ഈ മഞ്ഞ കളറിലെ വസ്തു കാണുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ചുറ്റിനുള്ള ഒരു മനുഷ്യര് താറാവായി മാറുന്ന കണക്ക് അവന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞ കളറിലെ കാര്യം കണ്ടാലല്ലേ കുഴപ്പം, മഞ്ഞ കളർ കാണാതിരിക്കാനേ അവൻ ചുവപ്പ് നിറം റിഫ്ലക്ട് ചെയ്യുന്ന കണക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇടാനേ തുടങ്ങുന്നു. അങ്ങനെ ഒരുവിധം അവന്റെ ലൈഫ് കഷ്ടപ്പെട്ട് ഈ പ്രശ്നമൊന്നും ബാധിക്കരുതേ എന്നുള്ള പരിശ്രമത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവന് ഒരു ജോലിയൊക്കെ ഒരു ഓഫീസിൽ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ അവന്റെ അവിടുത്തെ ഹാർഡ് വർക്ക് മൂലം അവന് നല്ലൊരു പ്രൊമോഷൻ ലഭിക്കുകയാണ്. ഏതാണ്ട് അവിടുത്തെ ഒരു ടോപ്പ് മാനേജറിയൽ ലെവലിലേക്ക് അവന് പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഒരു ഇഷ്യൂ അവന് വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ഈ മഞ്ഞ കളറിലുള്ള വസ്തു കാണുമ്പോൾ അവന് താറാവ് ചുറ്റിനുമുള്ള കണക്ക് തോന്നുന്ന ആ ഒരു പ്രശ്നം, അവന്റെ ആ ബ്രെയിൻ ഡാമേജ് മൂലമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അവൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, പറഞ്ഞവന് വട്ടാന്ന് വിചാരിക്കില്ല, അവർക്കൊന്നും ഇത് മനസ്സിലാവില്ലല്ലോ. എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നു അവനൊരു പിടുത്തമില്ല. എന്തായാലും ഫ്രണ്ട് അവനിപ്പോ പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ അത് ഒഫീഷ്യൽ ആയിട്ടില്ല. എന്നോട് എന്റെ മാനേജർ ഇത് പറഞ്ഞു എന്നല്ലാതെ ഒഫീഷ്യൽ ആവാത്തത് കൊണ്ട് എനിക്കതിപ്പോ കൺഫേം ചെയ്യാൻ സാധിക്കില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, എന്റെ ഈ പ്രശ്നം നിനക്കറിയാലോ, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ അതിന്റെ പേരിൽ ഉണ്ടെന്നല്ല, ഇച്ചിരി അല്ല നല്ലോണം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നല്ല. ഷോ പറയുമ്പോ ഒക്കെ മാറും, എന്തായാലും ഒക്കെ മാറും, സൊല്യൂഷൻ ഇല്ലാത്ത ചലഞ്ചസ് ഒന്നും ഈ ലോകത്തില്ല എന്നായിരുന്നു അതിന് ഫ്രണ്ട് കൊടുക്കുന്ന മറുപടി. ഈ ഫ്രണ്ട് കൊണ്ടുപോയെടുത്ത് ട്രീറ്റ്മെന്റിന് പോയിട്ടാണല്ലോ ആകെപ്പാടെ പ്രശ്നമൊക്കെ ആയത്. എന്തായാലും അങ്ങനെ ഇപ്പൊ ഈ ഒരു പ്രശ്നം എങ്ങനെയും പരിഹരിക്കണം, ഒപ്പം തന്നെ ജോലിയും തർക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്ക് ഒരു പുതിയ പ്രോജക്റ്റിൽ ഷാവോ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അവൻ ഒരു ടീമിനെ പരിചയപ്പെടുന്ന കൂട്ടത്തിലാണ് ആദ്യമായി അവൻ ജിയെ കാണുന്നത്. ജിയ നമ്മുടെ കഥാനായികയാണ്. കൂടാതെ അവളാണ് ഇപ്പോ ഷാവോ ഇൻട്രൊഡ്യൂസ് ആയിരിക്കുന്ന ഈ ഒരു ടീമിന്റെ ലീഡറും കൂടി. അങ്ങനെ വരാൻ പോകുന്ന പ്രൊമോഷൻ തനിക്ക് തന്നെ ഉറപ്പിക്കാനായി ചില വീഡിയോസും കാര്യങ്ങളും ഒക്കെ, അതായത് ഒരു പ്രൊഫൈൽ കണക്ക് ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് ഇപ്പൊ ഈ ഒരു ടീമിനെ ഷവോ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഹെൽപ്പോട് കൂടി അവൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വൈറലായി മാറുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് വളരെ യാദൃശികമായി വീണ്ടും കണ്ണടയൊന്നും വെക്കാതെ ഒരു മഞ്ഞ വസ്തുവിലേക്ക് നോക്കുന്ന ഷവോയ്ക്ക് പിന്നീട് ചുറ്റുമുള്ളതൊക്കെ തന്നെ മഞ്ഞ താറാവുകളെ കണക്ക് തോന്നുന്നുണ്ട്. അവൻ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇത് പിന്നെ വന്നല്ലോ എന്നുള്ള മട്ടിൽ ഇനി എങ്ങനെ ഈ ആളുകൾ വല്ലതും പറയുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും, അവരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ക്വാക്ക് ക്വാക്ക് എന്നുള്ള സൗണ്ട് അല്ലേ കേൾക്കൂ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവൻ മനസ്സിലാവാതെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും
ജിയ അവനോട് സംസാരിക്കുമ്പോഴേക്കും അവളെ അവൻ താറാവായേ അല്ല കാണുന്നത്, അവളെ നോർമലായി തന്നെ അവന് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ അവളെ കണ്ട ശേഷം ബാക്കിയുള്ളവരെ താറാവായി കാണുന്ന ഒരു സാഹചര്യവും മാറുന്നുണ്ട്. അവൻ നോർമൽ ആവുന്നുണ്ട്. അവൻ ആകെപ്പാടെ വൺട്രായി പോകുന്നു, ഇതെന്തും മറിമായാണെന്ന്. ഇവൻ അവിടെ ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവന് ഹാലൂസിനേഷനിൽ വരുന്ന ആ താറാവുകൾ ഉണ്ടല്ലോ, അതേ കണക്ക് 2 വലിയ താറാവുകളുടെ സ്റ്റാച്ചു സെറ്റിൽ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷെ ഇപ്പോ അത് വിറ്റ്നസ് ചെയ്യുമ്പോൾ പോലും അവന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നില്ല. അവന് ഇപ്പൊ നേരെ ചൊവ്വ എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോ എനിക്ക് വട്ടായതാണോ അതോ മൊത്തത്തിൽ വട്ടായതാണോ എന്നൊരു പിടുത്തമില്ലാതെ അവനാകെ കിളി പോയിരിക്കുമ്പോ ഇന്ന് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചത്? സാധാരണ ഇങ്ങനൊന്നും അല്ലല്ലോ, ഞാൻ ഒരു വട്ടം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ എത്ര നേരം എടുക്കും, എന്താണിത് എന്ന് മനസ്സിലാവാതെ അവൻ ഇരിക്കുകയാണ്. എന്നാൽ പിന്നീട് അവൻ കുറെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ജിയ അവന്റെ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് ഇതുപോലെ മഞ്ഞ വസ്തുക്കൾ കാണുമ്പോൾ അൺകംഫോർട്ടബിൾ ആയി മാറുന്ന, ചുറ്റിനും താറാവുകളെ കാണുന്ന അവന്റെ മനസ്സിന്റെ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാവുന്നത് എന്ന്. അവൾ കൂടെ ഉള്ളപ്പോൾ മഞ്ഞ വസ്തു എന്ത് കണ്ടാലും അവന് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവൾ അടുത്തുനിന്ന് ഒരു ചൂടെങ്കിലും മാറുമ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. അത് അവൻ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട്, എന്താണ് ഇവൾക്കും തന്റെ പ്രശ്നത്തിനും ഇടയിലുള്ള കണക്ഷൻ എന്നത് അവന് പിടിച്ചു കിട്ടുന്നില്ല. എന്നിരുന്നാലും ഈ വിചിത്രമായ തന്റെ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് റിക്കവർ ആകണം എന്നൊരു വലിയ ആവശ്യം അവനുണ്ടല്ലോ. അതിനുവേണ്ടി അവൻ പലതും ട്രൈ ചെയ്തെങ്കിലും ഒന്നും വർക്ക്ഔട്ട് ആയില്ല. പക്ഷെ ഇതിപ്പോ ഉണ്ടല്ലോ, ഇവളാണ് തന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നത് മനസ്സിലാക്കുമ്പോൾ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവുന്നുണ്ട്. എന്തുകൊണ്ട് എന്നറിയില്ലെങ്കിലും ഒരു രക്ഷയില്ലാന്ന് വിചാരിച്ച് തന്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. അങ്ങനെ അവളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് അവൻ എപ്പോഴും സമയം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. പതിയെ പതിയെ അവർ നല്ല കൂട്ടായി മാറുന്നുണ്ട്. അവരുടെ ഒന്നിച്ചുള്ള വർക്കിന് കണ്ടുമുട്ടുന്നതിന് പുറമെ രണ്ടുപേരും ഒന്നിച്ച് പുറത്ത് പോവുകയും ഫുഡ് കഴിക്കുകയും സിനിമ കാണാൻ പോവുകയും അങ്ങനെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഈ ഒരു ടൈം അവനാകട്ടെ അവൾ കൂടെ ഉള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ്. അവളോട് പതിയെ പതിയെ അവന് ഒരു ഫീലിംഗ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവരുടെ ജോലി സംബന്ധമായ ഒരു വീഡിയോ ഷൂട്ടിങ്ങിന് സ്കൂളിലേക്ക് പോകാന്ന് പറഞ്ഞ് ജിയ താൻ പഠിച്ച സ്കൂളിന്റെ പേര് സജസ്റ്റ് ചെയ്യുമ്പോഴാണ് അതേ സ്കൂളിൽ തന്നെയാണല്ലോ ഞാനും പഠിച്ചതെന്ന് ഷാവ് ഭയങ്കര ക്യൂരിയസ് ആവുന്നത്. പക്ഷെ അവന് അതേ സ്കൂളിൽ ഏതാണ്ട് ഒരേ വർഷം പഠിച്ച ഇവർക്ക് അന്ന് പരസ്പരം അറിയില്ലായിരുന്നു എന്നത് ഒരു സത്യമാണ്. ഇതേ ടീം ജിയ കൂടെ ഉള്ള സമയങ്ങളിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് ഷവ് ഉള്ളത്. അവൻ ഇപ്പൊ വീണ്ടും തന്റെ ആ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ പുറത്തു വരുമോ എന്നതിനെ പറ്റി ഒരു പേടിയില്ലാതെ അവൻ വളരെ കൂളായി തന്നെ എല്ലാവരോടും സംസാരിച്ചിരിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു PR ഏജൻസി ആയിരുന്നു ജിയയുടെ ടീം. അവരെ ഷവോയുമായി പരിചയപ്പെടുത്തിയത് ഷവോയുടെ ആ ഒരു ഫ്രണ്ട് ആണ്. അവനിങ്ങനെ വലിയൊരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ നിൽക്കുന്ന ടീം അവന് ഈ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ അവനെ മാറ്റി ഒന്ന് ഗ്രൂം ചെയ്തെടുക്കാനും അവന് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കാനും ഒക്കെ ആയിട്ട് അവന് നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങൾക്കും ജിയുടെ ടീമിന്റെ കൂടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഷവ് ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്താണ് അവൻ ഈ കാര്യം മനസ്സിലാവുന്നത്. എന്തായാലും അവൻ അപ്പൊ കിട്ടുന്ന ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് തുടർന്ന് അവന്റെ ആ ഒരു പ്രൊമോഷന്റെ ഒരു പ്രസന്റേഷൻ നടക്കുകയാണ്. ആ ഒരു ടീം അവന് കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ച പ്രസന്റേഷൻ നിൽക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ അവന്റെ കണ്ണുകൾ കൊണ്ടും ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഒരു മഞ്ഞ നിറത്തിന്റെ പേരിൽ അവന് വീണ്ടും ചുറ്റിനുള്ളവരൊക്കെ താറാവായ കണക്കൊരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിലും അവനതൊക്കെ സാധാരണ ഇങ്ങനെ ഫീലിംഗ്സ് വരുമ്പോൾ അവൻ ആകെ പാനിക്കായി ചളമാക്കുന്ന രീതിയിൽ പെരുമാറാതെ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രസന്റേഷനിൽ അവനെ തന്നെയാണ് എല്ലാവരും ആ ഒരു പ്രൊമോഷന് വേണ്ടി കൈയടിച്ച് സെലക്ട് ചെയ്യുന്നത്. തുടർന്ന് അതിന്റെ ഒരു സക്സസ് പാർട്ടിക്കായി അവൻ ജിയയും ടീമിനെയും കണ്ടുമുട്ടുന്നു. അങ്ങനെ ആ ഒരു ടീം എല്ലാവരും ഹാപ്പിയായി ഷവോയുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ജിയ മാത്രം ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അവൾ ഇനി ഈ ഒരു ടീമിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നില്ല, അവൾ മറ്റൊരു രീതിക്ക് അവളുടെ കരിയർ കൊണ്ടുപോകാനായിട്ട് ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണെന്ന്. അത് ഷവോയെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും അവൻ അവളോട് അപ്പോഴേക്കും ഉള്ള ഫീലിംഗ്സ് തുറന്ന് പറഞ്ഞ അവർ റിലേഷൻഷിപ്പിൽ ഒന്നും ആയിട്ടില്ലാത്തത് കൊണ്ട് അവൻ അത് എതിർക്കാനായി കഴിയുന്നില്ല. അങ്ങനെ അവൾ ആ ഒരു ടീം വിട്ട് പോയെങ്കിലും തന്റെ വർക്ക് റിലേറ്റഡ് ആയ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ടീമിനെ തന്നെയാണ് ഷവോ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് അവർ പ്രവർത്തിച്ചു പോകുന്നു. അപ്പോഴൊക്കെ തന്നെ ജിയയുടെ ആബ്സെൻസ് അവനെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. അവൾ കൂടെ ഉള്ളപ്പോൾ അവന് കിട്ടിയ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് അവനിപ്പോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ടീം ഓരോ ദിവസം കഴിയുന്തോറും വല്ലാതെ അവളെ മിസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവൻ അപ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. ആക്ച്വലി ജിയ അവൻ ഈ ഒരു ടീമിന്റെ ഭാഗമായി പരിചയപ്പെട്ട ഒരാളെ ആയിരുന്നില്ല, മറിച്ച് അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു അവൾ എന്ന സത്യം അവൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതായത് അവനൊരു ഗേൾ ഫ്രണ്ട് കഥയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നല്ലോ, അവന്റെ ഉത്തരവാദിത്തമില്ലായ്മ അല്ലെങ്കിൽ ഓർമ്മക്കുറവെന്ന് അവൻ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസ്, അവന് ഡ്രിങ്ക്സിനോടുള്ള അഡിക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് ബ്രേക്കപ്പ് ആയത്. ബ്രേക്കപ്പ് ആയ ശേഷം ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഒരു ബ്രെയിൻ തെറാപ്പി എന്ന ഒരു ഷോക്കിംഗ് ട്രീറ്റ്മെന്റിന് വിധേയനാവുകയും തുടർന്ന് കോമയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം റിക്കവർ ആയപ്പോൾ അവന് കൂടെ നിന്നിരുന്നത് അവന്റെ ഫ്രണ്ടാണ്. ഈ ഫ്രണ്ട് വഴിയാണ് അവന്റെ ജോബില് ഇപ്പൊ അവന് കോമയിൽ നിന്ന് റിക്കവർ ആയ ശേഷം വരുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട് മാറാനായി ജിയെ അടങ്ങുന്ന ഒരു ടീമിനെ ഫ്രണ്ട് പരിചയപ്പെടുത്തി. ജിയയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ജിയയുടെ പ്രസൻസിലൊക്കെ ആ ബുദ്ധിമുട്ട് തനിക്ക് ഇല്ലാതായി മാറുന്നത് ഷവോ മനസ്സിലാക്കി. അങ്ങനെ അവന്റെ കരിയറിൽ അവനിപ്പോ പ്രശ്നമില്ലാത്തൊരു പൊസിഷനിലേക്ക് അവന്റെ മാനസിക ബുദ്ധിമുട്ടുകളെ മറികടന്ന് അവൻ എത്തി നിൽക്കുന്നു. അങ്ങനെ അവൻ ഓക്കെ ആയി, അവന്റെ പ്രശ്നങ്ങൾ ഏതാണ്ട് സോൾവ് ആയി എന്ന് ഉറപ്പുവരുത്തി ജിയ ബായ് പറഞ്ഞു പോയി. ഈ ഒരു മൊമെന്റ് ആണ് അവൻ ആ പ്രശ്നം നടന്ന് ഈ നിമിഷം വരെ അവന്റെ ഓർമ്മയിൽ നിന്ന് ഇല്ലാതിരുന്ന അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അവളായിരുന്നു. അവൾ തന്റെ പ്രശ്നം സോൾവ് ആക്കാനായിട്ടാണ് തന്റെ ഫ്രണ്ടിന്റെ സഹായത്തോടെ താനുമായി കോൺടാക്റ്റിലായതെന്ന കാര്യം തിരിച്ചറിയുന്നത്. ഇവർ ഒരേ സ്കൂളിൽ പഠിച്ചവരായിരുന്നു എന്നത് പറയുമ്പോൾ പോലും ഇവള് തന്റെ എക്സ് ആണെന്ന കാര്യം അവന് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അവളാകട്ടെ പക്ഷെ ഇവൻ ഒരിക്കലും തന്നെ തിരിച്ചറിയുന്നില്ല എന്ന ഒരു സങ്കടത്തില് ഇനി അവന്റെ ലൈഫിൽ തന്നെ ഉണ്ടാവേണ്ട, അത് ശരിയാവില്ല എന്ന ഒരു രീതിക്കാണ് ബായ് പറഞ്ഞ് ഇപ്പൊ എന്നേക്കുമായി ഇനി അവന്റെ മുന്നിൽ വരരുത് എന്നൊരു രീതിക്ക് പോയത്. ആക്ച്വലി ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട്
പ്രണയത്തിലായിരുന്നു ഇവർ. പരസ്പരം നല്ല രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഷവോയുടെ തന്നെ തെറ്റുകൾ കൊണ്ട് അവന്റെ സ്വഭാവത്തിലും അവന്റെ ഹാബിറ്റിലും ഒക്കെ വന്ന കുറേ മാറ്റങ്ങൾ, അവൻ സ്മോക്കിങ്ങും ഡ്രിങ്ക്സും ഒക്കെ അഡിക്ഷനായി കണ്ടു തുടങ്ങിയത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മൂലമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനായി അവൾ തീരുമാനിച്ചത്. കാരണം പലതവണ അവനോട് ഇത് അവസാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട, എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു അവൻ. അങ്ങനെ ഒടുക്കം വലിയ വഴക്കായി റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥയിൽ അവളായിരുന്നു. പക്ഷെ അവൾ അങ്ങനെ പോയെങ്കിലും ഇവന്റെ അവസ്ഥ പിന്നീട് മനസ്സിലാക്കുന്നവൾ അവനെ ബെറ്റർ ആക്കാനായി അവന്റെ ഫ്രണ്ടുമായി ചേർന്ന് വീണ്ടും അവന്റെ ലൈഫിലേക്ക് കടന്നു വന്നതാണ്. പക്ഷെ താൻ ആരാണ് എന്നത് അവന് ഓർമ്മയില്ല എന്ന് മനസ്സിലാക്കിയ അവൾ അവനെ ഓർമ്മപ്പെടുത്താതെ ആ രീതിക്ക് കൂടെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവൻ അവളെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവളുടെ മുന്നിൽ തനിക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകളും തനിക്കിപ്പോ വ്യക്തമായെന്നും തന്നോട് ക്ഷമിക്കണമെന്നും ജിയ തന്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയപ്പോ വ്യക്തമായതുകൊണ്ട് ജിയയുടെ കൂടെ ഒരു നല്ല ലൈഫ് ലീഡ് ചെയ്യാനായി എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ വ്യക്തമായി ഷവോ സംസാരിക്കുന്നുണ്ട്. അവൾക്കും അവനോടുള്ള ഇഷ്ടത്തിലൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അവനെ ഇഷ്ടമല്ലെങ്കിൽ അവൾ ഒരിക്കലും അവനെ ഹെൽപ്പ് ചെയ്യാനായി വീണ്ടും മടങ്ങി വന്ന് ഇത്രയും എഫേർട്ട് എടുക്കില്ലല്ലോ. അവന്റെ മാനസിക ബുദ്ധിമുട്ടുകളായിരുന്നു ആക്ച്വലി അവന് ഈ മഞ്ഞ നിറം കാണുമ്പോൾ താറാവുകളെ കാണുന്ന കണക്ക് തോന്നലുണ്ടാക്കിയിരുന്നത്, ആളുകളെ ഫേസ് ചെയ്യാനായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് മാറ്റാനായി അവളാണ് തന്നെ സഹായിച്ചത്. അവളില്ലായിരുന്നെങ്കിൽ താൻ ആ പ്രശ്നത്തിൽ വലഞ്ഞു പോയെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവളില്ലാണ്ട് ഒരു ലൈഫ് ഇനി അവന് ചിന്തിക്കാനും കഴിയില്ല. കാരണം എത്ര പേർക്ക് ബ്രേക്കപ്പ് ആയ ശേഷം നമ്മുടെ എക്സ് നന്നായിട്ട് ഉണ്ടാവണം എന്ന് കരുതി ആ ഒരു എഫേർട്ട് എടുക്കാൻ സാധിക്കല്ലേ. അതുകൊണ്ട് തന്നെ അവന്റെ തെറ്റുകളൊക്കെ തിരുത്തുന്നവൻ ഇനി ഒരിക്കലും അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു തെറ്റും അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവനോടുള്ള ഇഷ്ടത്തിൽ ഒരു കുറവും ഇല്ലാതിരുന്ന അവളും ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഇവർ ഒന്നിച്ച് ഹാപ്പിയായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നിടത്ത് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.